ഗൈസ്, അപ്പോൾ രാവിലെ എന്നോട് ചേച്ചി ഉണക്കമീനുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഉണങ്ങിയത് ഏതെങ്കിലും മീനാവട്ടെ ശരി ഞാനങ്ങ് മേടിച്ചു കേട്ടോ. പേഴ്സണലി എനിക്ക് ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉണക്കമീൻ്റെ മണം കേട്ടാണോ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പൂച്ചക്കൂട്ടം എന്താ വലിയൊരു മാവിൻ്റെ മേളിൽ കയറി ഇരിക്കുകയാണ്. എന്നിട്ട് എന്തിനു ചേച്ചി നിങ്ങളിങ്ങനെ നോക്കണം, എന്നെ ഒന്ന് രക്ഷിച്ചുകൂടേന്ന്. അപ്പോൾ ഇവനെ രക്ഷിക്കാനൊന്നും നമുക്ക് പറ്റില്ല, കാരണം ഇവൻ കയറിയിരിക്കുന്നത് ഇത്രയും വലിയൊരു മാവിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. എന്നിട്ട് അങ്ങോട്ട് ചാടണോ ഇങ്ങോട്ട് ചാടണോ എന്നൊന്നും അറിയാതെ അവിടെ സല്ലപിക്കുക. എന്നിട്ടാണ് പറയുന്നത് എന്തൊരു ചേച്ചി എന്ന്. നമ്മളെങ്ങനെ രക്ഷിക്കും? അപ്പോൾ ഇവനെ രക്ഷിക്കണേ എൻ്റെ മേളിൽ കയറണം. എനിക്ക് കയറാനൊന്നും പറ്റൂല, എനിക്കറിയത്തില്ല. അപ്പോൾ ഇവിടെ ദൊഡലി സാമ്പാർ ഞാനോട്ട് പറയണേ ഫലൂടേതായിരിക്കും. പിന്നാണ് എനിക്ക് മനസ്സിലായത് ഫയർഫോഴ്സ് ആണ് അവൻ പറയുന്നത്. ഫയർഫോഴ്സിനെ വിളിക്കുക, രക്ഷിക്കാന്ന്. അപ്പൊ അവൻ വിചാരിക്കുന്ന ഫയർഫോഴ്സ് ഒക്കെ നിസ്സാരമായിട്ട് ഇങ്ങനെ എത്തൂതാണ്. ബൈ നമ്മളും വിചാരിച്ചു ഈ ഇത്രയും മേളിരിക്കുന്ന ഈ സാധനത്തിന് പൊക്കി താഴെ ഇറക്കണമെങ്കിൽ ഫയർഫോഴ്സിനെ തന്നെ വിളിക്കേണ്ടി വരുമെന്ന്. അങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ ചിക്കൻ കറിയും ഇടിയപ്പവും കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ പിന്നെ അത് പകുതി വഴിയിൽ എന്നെ മാടി വിളിച്ചപ്പോൾ അത് വന്ന് കഴിച്ചു തീർത്തു. പൂച്ചയുടെ കാര്യം എന്താവുമെന്ന് നോക്കാം. ഇനി ട്യൂഷൻ ഉണ്ടാക്കണം. അപ്പൊ ട്യൂഷന് പോകാൻ പറയുന്ന ഞാനൂട്ടെൻ്റെ നാടകീയമായി എന്നും ഇവിടെ നടക്കാറുള്ള അരങ്ങേറുന്ന രംഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പോൾ ഇവൻ ഓടിപ്പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ ഫയർഫോഴ്സിനെ വിളിക്കണമെന്ന് വെച്ചപ്പോൾ നമ്മുടെ വീട്ടിൽ ഫയർഫോഴ്സിനേക്കാളും ശക്തിയുള്ള അപ്പുറത്തെ ചേച്ചി വന്നിട്ട് കമ്പും പിന്നെ തുണിയും ഒക്കെ ഇട്ട് കുത്തി എന്തായാലും അതിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചേച്ചിക്ക് ഈ വർഷത്തെ അവാർഡ് കൊടുക്കണം രക്ഷാപ്രവർത്തനത്തിനുള്ള. അങ്ങനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൂട്ടൻ്റെ അപ്പുറവും ചാടി ഇപ്പുറം പാടി തകില് പുകല് കുഴവ കുഴല് തന്തനത്തനെ പാടി വാന്ന് പറയുന്ന കണക്ക് അവൻ പാടി നടക്കുകയാണെ അവനെ ലാസ്റ്റ് ഞാൻ ഓടിച്ചിട്ട് പിടിച്ചു. കേസ് ഇവിടെ സ്ഥിരം ഇതാണ്, ഞാൻ ഇവനെ ഓടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ്റെ ആ ഒരു വിഷമമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഞാനൂട്ടൻ തലയിൽ വെള്ളം ഒഴിച്ച് അതായത് കുളിച്ച് കഴിയും. ട്യൂഷന് പോകാനുള്ള വ്യഗ്രതയാണ്. ഇത് എന്ത് തരം ക്യാരക്ടറാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊരു സൈക്കോതരം ക്യാരക്ടറാണ് കേട്ടോ. അപ്പൊ അവൻ സ്കൂളിൽ പോകുന്നു കരയുന്നില്ലേ? അവന്റെ വെച്ചിട്ട് ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് എല്ലാം ഉണ്ടോ. നീ കരയുന്നില്ല? എന്നാ ഓക്കെ ബാ പോയാലോ. അങ്ങനെ നമ്മുടെ ഞാനൂട്ടൻ്റെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അവനേക്കാളും വലിയൊരു സൂപ്പർമാൻ ബാഗും എടുത്തിട്ടിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആളൊക്കെയാണ് എടുത്തിടുന്നത്. അതെങ്ങനെയാണ് അവനേക്കാളും വലിയ ബാഗ് എടുത്തിട്ട് അവൻ തോളിടുന്നത്? എന്നാലും അവൻ ട്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ ഇത് ഞാൻ പിടിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഓക്കെ ബൈ.